ഇറാന് മേൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി അത്യാധുനിക ലേസർ ആയുധങ്ങൾ അമേരിക്ക വിന്യസിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റ് തീരത്തുള്ള US നാവി ഡിസ്ട്രോയർ കപ്പലിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹൈ എനർജി ലേസർ വിത്ത് ഇൻ്റഗ്രേറ്റഡ് ഓപ്റ്റിക്കൽ ഡാസ്ലർ ആൻഡ് സർവീലിയൻ സംവിധാനമാണ് ഇറാൻ്റെ ആയുധങ്ങളെ ലക്ഷ്യമിടാൻ ഉപയോഗിക്കുന്നത്. അതിശക്തമായ ഊർജ്ജ കിരണങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ ഉപകരണം. അമേരിക്കൻ നിർമ്മിത ഉപഗ്രഹങ്ങൾ, സൈനിക നിലവാരമുള്ള മാൽവെയറുകൾ, റഡാർ ജാമിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇറാനിയൻ ആയുധങ്ങളെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. മിസൈലുകൾ വിക്ഷേപിക്കുന്നത് കണ്ടെത്താൻ ഇൻഫ്രാറെഡ് സെൻസറുകളുള്ള ഉപഗ്രഹങ്ങളെയാണ് US സ്പേസ് ഫോഴ്സ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ പുറത്തുവരുന്ന ചൂട് തിരിച്ചറിഞ്ഞ് അവയുടെ പാത കണക്കാക്കാനും പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് അവ തകർക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ 72 മണിക്കൂറിനുള്ളിൽ 1700 ലക്ഷ്യസ്ഥാനങ്ങളിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി. ഇറാൻ്റെ 200-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ, ലോഞ്ചറുകൾ തകർക്കുകയും ഡസൻ കണക്കിനെണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഇസ്രായേൽ ബോംബാക്രമണങ്ങളിൽ ഇതുവരെ 181 കുട്ടികൾ ഉൾപ്പെടെ 1097 സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനയായ HRALN വ്യക്തമാക്കി. 5000-ലധികം പേർക്ക് പരുക്കേറ്റിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഇറാനിയൻ കപ്പൽ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് അമേരിക്ക തകർത്തതായും ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ ശേഷിയുള്ള ഡൂംസ്ഡേ മിസൈലും അമേരിക്ക പരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 18-ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തോടെയാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.